കിട്ടില്ല ദിവസമായി എന്തായാലും. സൗണ്ട് പറയാൻ കേൾക്കണ്ട? ഹലോ, ആ യെസ്. അടുത്ത വ്ളോഗായിട്ട് വന്നേക്കണ്ട. നമ്മളൊരു കിട്ടില്ല സ്പോട്ടിലാണ് വന്നേക്കണത്. നമ്മൾ ഒറ്റക്കല്ല ഇവിടെ ഉള്ളത്, നമ്മളിവിടെ ഒരു ഇവരെന്താ വെച്ചാല് ഒരു നാട്ടിൽ ജനിച്ച് ഒരു നാട്ടിൽ കളിച്ച് ഒരു പാത്രത്തിലുണ്ട് അല്ല ഉണ്ടും കിടന്നില്ലേലും ബാക്കി എല്ലാവരും ചേർന്നിട്ടാ. അങ്ങനെ ഞങ്ങൾ ഇപ്പൊ നിക്കണത് ഒരു ഇവിടെ ഒന്നാണ് ന്യൂയോർക്ക് സിറ്റി. ബുർജ് ഖലീഫ ന്യൂയോർക്ക് സിറ്റി. ബുർജ് ഖലീഫ കിട്ടില്ല സ്ഥലത്തുണ്ട് നമ്മളുള്ളത്. കറങ്ങിട്ടാ അയ്യോ ഒരു പെണ്ണും കാണണ്ട. പച്ച ഫെറാറിയിൽ വന്ന് ഇറങ്ങി. ഞാൻ ആദ്യമായിട്ടുണ്ട് ഈ സ്ഥലത്ത് വരണേ. നീയോ? ഞാൻ പോകുന്നുണ്ട്. ഞാൻ ഇവിടെ തന്നെയാണ് ആ ബുർജ് ഖലീഫയിലെ ഏറ്റവും മുകളിൽ. അല്ല ഞാൻ ഈ വഴിക്ക് വരണതേ. ഈ വഴിക്ക് സൂപ്പർ കൺകുളർച്ചയുള്ള കാഴ്ചകൾ, ഫുള്ള് ലൈറ്റും കാര്യങ്ങളായ എന്റെ പേരിലാണ്. ഇങ്ങനെ ഇത് നോക്ക്. ഞാനാ ഷാർജ വരണേ. ഒരു സൂപ്പർ മാർക്കറ്റിന്റെ അപ്പുറത്ത് ഞാൻ പറഞ്ഞത്. സുഹൃത്തുക്കളെ, ഈ സ്ഥലത്ത് ഇവിടെ ദുബായിലെ യു എയിലുള്ള ആരെങ്കിലും ഇവിടെ വരാത്തത് ഉണ്ടാവോ? ഞാനല്ലാണ്ട് ഉണ്ടാവും അല്ലേ? ഞാനൊക്കെ ഇവിടെ വന്ന് 1.5 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇത് കാണുന്നത്. അല്ല, ദുബായ് മാളല്ല ഇങ്ങനെ ഈ സ്ഥലത്ത് ഈ ഭാഗത്ത്. കാരണം കാറിനൊന്നും അല്ലാണ്ട് ഇവിടെ വരൂല ആരും. സൗണ്ട് പറയാൻ കേൾക്കണ്ട? ഹലോ, കിട്ടില്ല ദിവസമായി എന്തായാലും. രാത്രി മാത്രമേ ഉള്ളൂ എങ്കിലും കിട്ടില്ല. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും വേണം ഇങ്ങനത്തെ. ആഴ്ചയിൽ അല്ലെങ്കിൽ മാസത്തിൽ ഒരു ദിവസമെങ്കിലും വേണം. എല്ലാം ആര് കാരണം എന്താ പറഞ്ഞിട്ടുണ്ട്. ബാക്ക് സൈഡല്ലോ, ഫ്രണ്ട് സൈഡല്ലോ ഓണാ. വേൾഡിലെ ഏറ്റവും വലിയ മാളിലാണ്. അറിയോ? അല്ലേ അല്ലേ? വിവരമില്ലായ്മ ഒരു ആഡംബരമായിട്ട് അല്ലല്ല, ഒരിക്കലല്ലോ. എന്റെ ജനറൽ നോളേജ് വെച്ചിട്ട് അത് ഒരിക്കലും വരാറില്ല. ഞാൻ ഒരു കൂട്ടുകാരൻ പറ്റിച്ച് ആദ്യമായിട്ട് ഇറാനിലാണ് വേൾഡ് ബിഗ്ഗസ്റ്റ് മാൾ. ലോങ്ങസ്റ്റ് വയ്ക്ക് ലാർജസ്റ്റ് കൂടിയാ മാളാ. ആകെ UAE ആകെ റെക്കോർഡ്. അത് ലോകത്തിലെ ഏറ്റവും വലിയ നീളം കൂടിയ ബിൽഡിംഗ് ബുർജ് ഖലീഫ. ഇപ്പൊ സൗദി അറേബ്യ അതെന്തായാലും തകർക്കും. സൗദി അറേബ്യ ഓൾറെഡി ബിൽഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞിപ്പോൾ അടുത്ത റെക്കോർഡ് വരാൻ പോണത് ഏറ്റവും വലിയ എയർപോർട്ട്. വേറൊന്നുമില്ല എന്റെ അറിവില്ല. അങ്ങനെ ഞാൻ പറഞ്ഞത് തിരിച്ചെടുത്തേക്കണ്ട. ആരോട് പോയി പറയണ്ട. കേൾക്കും ഇതിൻ്റെ ഉള്ളിൽ ഇല്ലെങ്കിൽ മൈക്ക് വാങ്ങും. അടുത്ത ടാബിട്ട് മൈക്ക് അല്ലടാ നമുക്ക് ഉള്ളിക്കാണ് പോകണ്ടേ? നമുക്ക് അപ്പുറത്തേക്കല്ലോ. ആ ബിൽഡിങ്ങിന്റെ ഒക്കെ ബാൽക്കണി നിൽക്കുന്ന ആൾക്കാരുടെ വ്യൂ എന്തായിരിക്കും? നമ്മളെ കാണും. ബുർജ് ഖലീഫ ഒരിക്കലും ബുർജ് ഖലീഫ കാണാൻ പറ്റില്ല. മനസ്സിലാക്കണം. ഓപ്പോസിറ്റ് ഉള്ളിടത്തുന്നാലേ ബുർജ് ഖലീഫ. ഇപ്പൊ എന്റെ കയ്യിൽ പൈസ ബുർജ് ഖലീഫ എടുക്കാൻ ഞാൻ എടുക്കാത്തതാണ്. ബുർജ് ഖലീഫ കാണാൻ പറ്റില്ല. ഫുള്ള് കാണാനില്ല. ഇവിടെ നിന്നാപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കേണ്ടി വരും. ബുർജ് എടുക്കണ്ടായില്ലല്ലോ. അതെ, അതല്ല നമ്മ മെട്രോ നടക്കൂലേ മാലിനുള്ളിലേക്ക്. അപ്പൊ ഒരു അടിഭാഗം കാണൂലേ? അത് ഇതല്ല അല്ലേ? അത് ഇതല്ല. ഏർപ്പെട്ട പോയി കഴിഞ്ഞാല് ഒരേപോലത്തെ സ്ഥലമാണ്. അതാണ് തെങ്ങല്ലത്. ഇവിടെ നിന്ന് എടുക്കാം.
പന തെങ്ങുമ്പോ തേങ്ങലുണ്ടാവും പനയം എന്തുണ്ടാവും ഈത്തപ്പഴം ഈത്തപ്പഴം. ഇതെന്താണ് ഈത്തപ്പഴം ഇല്ലാത്തത്? നമ്മളെ ആലിവിന്റെ അവിടെ ഉണ്ട് പന. ശരിക്കും ചൂടത്തല്ലേ ഈത്തപ്പഴം ഉണ്ടാവുന്നത്? അതിന്റെ ആ പനയുടെ പേരെന്തുന്നാ? ഏത്? അത് വേറെ ഷറഫുദ്ദീൻ. അത് വേറെന്തോണ്ടാ അല്ലടാ പന പോലെ ആ, അത്. പനയില്ലേ? ആ, ആ അത്. പന അവിടെ ഉള്ളത്. ഇവിടെ ഉള്ള പന ഇത്ര ഉള്ള പന. ഇത്ര ചെറുത്. ഈത്തപ്പഴത്തിലുള്ള ചെറിയ സാധനം. നമ്മളെ വെള്ളം ബസാറിലുള്ള പന. എന്തോ ആയിക്കോട്ടെ പക്ഷെ പനയമല എന്താണ് ഈത്തപ്പഴം ഇല്ലാത്തത്? ഇവിടെ ഉണ്ടാവാറുണ്ടാവും വെട്ടിക്കളയായിരിക്കും. ഉണ്ടാ സൂം ചെയ്ത് നോക്കും. ഇവിടെ ഇപ്പൊ ഇല്ല. ശരിക്കും ഇപ്പൊ ഉണ്ടാവില്ല. ചൂടത്തല്ലേ ശരിക്കും ഈന്തപ്പഴം ഉണ്ടാവുന്നത്? എല്ലായിടത്തും ഉണ്ട്. ഷാർജ എന്റെ വീടിന്റെ റൂമിന്റെ നമ്മൾ മനസ്സിലാക്കണം ഡ്യൂപ്ലിക്കേറ്റ് പനി തൊട്ടോയ്ക്ക. എവിടെ തൊട്ടോക്കണ്ട? ആരാണ് ഒറിജിനലാണ്. ഈ സ്ഥലം ന്യൂയോർക്കിലെ ക്ലോക്ക് എന്താ പറയാ, ക്ലോക്ക് ടവറിലില്ല പറ ടൈം സ്ക്വയർ. ടൈം സ്ക്വയർ അതുപോലില്ലേ? ഒരു ദിവസം എന്റെ കമ്പനിയുടെ അഡ്വർടൈസ്മെന്റ് അവിടെ വരും. അവിടെ വരും. അവിടെ ഞാനും മോഡലായിരിക്കും, നീയും മോഡൽ. നീയും നിന്റെ ഭാര്യ. സിഗരറ്റ് അല്ല നമുക്ക് ഇങ്ങടെ പോണ്ടത്. എങ്ങട് നാടൻ വഴിയില്ലാട്ടാ. എടാ അത് ക്രോസ് ചെയ്തിട്ട് പോയാ മതിയാ. തമിഴ്നാട് വന്നതാ. അവളൊന്നും നമുക്ക് പോവാ. സോറി മൈ മിസ്റ്റേക്ക്. അറിയാണ്ടെന്ന് കേട്ടില്ലേ? അതൊന്നുമില്ലട്ടാ, വീട്ടുകാർ പറഞ്ഞ് എന്റെ ഇത്തൊക്കെ നിന്റെ വ്ളോഗ് നോക്കിയിരിക്കാണ്. ആ അതിനാ കമന്റ്. അതല്ല ഞാൻ ഇത്ര നന്നായിട്ട് ഇരിക്കണം, ഇല്ലെങ്കിൽ ഞാൻ കച്ചറായിരിക്കും. സെൻസർ ഇല്ലാത്ത അധികം അല്ലേ? ഫുള്ള് സെൻസർ ആയിരിക്കും. ഇവിടെ നിക്ക്, അപ്പുറത്ത് കിടക്കും. എപ്പുറത്ത് വാ, 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 വാ. നിക്കണം. കടന്ന പോലീസ് പിടിക്കൂട്ടാ. ഒരു വണ്ടി വരെയൊക്കെ വേർത്തല്ലടാ. ഞാൻ പറഞ്ഞാലേ ഇതൊക്കെ ഞാൻ പറഞ്ഞാണ് ബീച്ചിൽ പോവാം. ബീച്ചിൽ നല്ല തണുപ്പുണ്ടായിരുന്നു. ബീച്ചിൽ നല്ല തണുപ്പുണ്ടായിരുന്നു. ഈ നീയല്ലേ ബീച്ചിൽ പോവാന്ന്? ആ ഞാൻ ഇവിടെ നിന്നിട്ട് നിനക്ക് ഇത്രയും ചൂട്. അപ്പൊ പിന്നെ ബീച്ചിൽ പോയുള്ള അവസ്ഥ ആലോചിക്ക്. എടാ ബീച്ചിത്തെ ചൂട് വേറെ ഈ ചൂട് വേറെ. ബീച്ചിൽ ചൂട് ആ സാധനം വന്നു. കുഴിഞ്ഞ കുഴിയില്ലേ സംഭവം. ബുർജ് ഖലീഫ കുറെ പ്രാവശ്യം കണ്ടിട്ടുണ്ടെങ്കിലും ഇന്നത്തെ ദിവസം കാണാൻ എന്താണോ സൂപ്പർ. സൂപ്പർ എന്ന് പറഞ്ഞാലേ ഈ ഭാഗത്ത് കൂടെ എന്നായിരുന്നു സൂപ്പർ. ഞാൻ ഈ സാധനം വിലക്ക് വാങ്ങിച്ചാലാ സാധനം എത്ര രൂപ കിട്ടും? ഒരു വൃത്തില്ല, എന്നാലും വിലക്ക് വാങ്ങിച്ചാൽ എങ്ങനെ ഉണ്ടാവും? കാര്യം അതാ നമുക്ക് ഇതേപോലെ നടന്നു വരേണ്ട ആവശ്യമില്ല. നേരെ ഇടിച്ച് കയറ്റാൻ വേണ്ടിയിട്ട് ഹെലികോപ്റ്ററാ? ആയിക്കോട്ടെ, ഹെലികോപ്റ്റർ ആയാലും കാറായാലും ബൈക്കായാലും സൈക്കിളായാലും കുഴപ്പമില്ല. ബാക്കിയുള്ള ആൾക്കാരൊക്കെ അല്ല. പക്ഷെ കാര്യമില്ലേ? അത് ശരി, നമുക്ക് ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കാണാൻ പറ്റൂല. ആ കാണുന്ന വേറെ ബിൽഡിങ്ങിൽ പോയി കാണിച്ചു വരും. കണ്ണല്ല കയ്യിലാർന്നെങ്കിലും പുറത്തേക്ക് കൈയിട്ടിട്ട് ഇങ്ങനെ നോക്കായിരുന്നു. അതിന്റെ മൂത്ത് കഴിച്ചാൽ നമ്മുടെ കണ്ണ് പോകും. വീഴുമ്പോഴൊക്കെ കണ്ണും കുത്തി വീഴൂലേ? അതിന്റെ കമന്റ് കമന്റ് വെച്ചാ ഇല്ല. ചിലതൊക്കെ എങ്ങനെ സമാധാനത്തോടെ മാത്രമേ ഇപ്പൊ ഇങ്ങനെ നോക്കാറുണ്ട്. പറഞ്ഞിട്ടില്ല സർപ്രൈസ് വ്ളോഗാണ്. സർപ്രൈസ് വ്ളോഗാണ് അതല്ല ഇപ്പൊ പറഞ്ഞത്. അത് ഞങ്ങളോട് പറയാം. നിങ്ങളോടെന്താ പറഞ്ഞത്? അങ്ങനെ സാധനം അവിടുത്തെ കടയൊക്കെ ഉണ്ട്. സാധനം 200 റുപ്യ. എന്ത് സാധനം? എന്ത് സർപ്രൈസ്? ആർക്ക് സർപ്രൈസ് അല്ലേ? പുതിയ ഞാൻ തന്നെ ഒരു 4 പ്രാവശ്യം കാണും. അല്ല നമ്മൊരു പുതിയ പരിപാടി തുടങ്ങണ്ടെന്ന് സർപ്രൈസ്. പിന്നെ കുറച്ചാൾ എൻ്റെ ഒരു പരിപാടി തുടങ്ങും. അപ്പോഴത്തേന് നീ നാട്ടിൽ പോയി വരുമായിരിക്കും. അതെ, അത് കഴിഞ്ഞ് ശരിയാവുമ്പോൾ അടുത്ത പരിപാടി. അതിനാ കണ്ടില്ല. അത് ഞാൻ കണ്ടിരുന്നു. പൊറോട്ട ബീഫിനെ കൊക്കേക്ക് മറിച്ചിരുന്നതാ. എന്നിട്ട് പൊറോട്ട രക്ഷിക്കാൻ വരുവാ. ലബ്ബണ് പുട്ട് ബീഫിനെ കൊല്ലാൻ നോക്കും. അതാണ് കഥ. ഭയങ്കര ഞാൻ 2 ദിവസം ഇരുന്ന് കരഞ്ഞത് കണ്ടിട്ട്.
ഇമോഷണലാണ്. ഞാനിങ്ങനത്തെ വരുമ്പോ അപ്പൊ തന്നെ സ്കിപ്പ് അടിക്കും കളയും. അതെന്താന്നറിയോ, നിനക്കത് ആസ്വദിക്കാനുള്ള കഴിവ് നിനക്ക് തന്നിട്ടില്ല. ഇതെങ്ങനെ ആസ്വദിക്കാൻ എനിക്ക് ഇഷ്ടമായില്ല. അതുണ്ടായിരുന്നു. അതെ, ചില കാര്യങ്ങൾ ചിലയിടത്ത് പോയോ. അതല്ല, എനിക്കിത് താല്പര്യമില്ല. എനിക്ക് ഈ ആനിമേഷൻ പരിപാടി എനിക്ക് വലിയ ഇഷ്ടമാണില്ല. ഞാൻ പറയാൻ വന്നതേ, കുറച്ചാളെന്ന് വെച്ചാൽ കുറച്ച് മാസങ്ങളായിട്ട് നടക്കുന്ന ഏറ്റവും സൂപ്പർ കാര്യം എന്താണെന്നറിയോ? ദിവസങ്ങൾ പെട്ടെന്ന് പോകുന്നുണ്ട് അല്ലേ? വെള്ളിയാഴ്ചവും പിന്നെ അടുത്ത വെള്ളിയാഴ്ചവും, പിന്നെ വെള്ളിയാഴ്ചവും പിന്നെ അടുത്ത വെള്ളിയാഴ്ചവും. ഒന്നായല്ലേ അത്? കുറച്ച് ഷോക്ക് അടിച്ചു കിടക്കണായിരുന്നേ. അമ്മ ശോകല്ല, അമ്മ ശോകമാണ്. ഞാൻ ശോകല്ല. ഞാൻ അങ്ങോട്ട് വാ. 4 മിനിറ്റ്. അയ്യോ, വെള്ളം ഇവിടെ തൂറ്റില്ല, അവിടെ മാത്രം തൂറ്റുള്ളൂ. പുറത്ത് കിടിലൻ ചൂടുണ്ട്. അപ്പൊ ഇവിടെ മാലിൻ്റെ ഉള്ളിൽ കയറി ഇവിടുത്തെ പരിപാടികൾ എന്താണെന്ന് നോക്കാം. ആപ്പിൾ സ്റ്റോറി കയറിയിട്ട് വെറുതെ ഫോണ് നോക്കണം. സെക്കൻഡ് എടുക്കൂട്ടാ. അവിടെ കാണിച്ചു. അയ്യോ, സർപ്രൈസ് ആണല്ലേ. പോളി മച്ചന്മാര് കാണിച്ചിട്ട് എല്ലാവരും ചെയ്യണ മെയിൻ പരിപാടി. അതിൽ യൂട്യൂബ് ഉണ്ടെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. നാല് പുതിയ ഷൂ എടുത്തിട്ടുണ്ട്. നല്ല രസമാണ്. നമുക്ക് കുറച്ച് ഞാനൊക്കെ ഇവിടെ എവിടെ ചായക്കട ഇരിക്കാൻ വന്നെന്ന് ചോദിച്ചിട്ടാണ് ഞാൻ ഈ ടീഷർട്ട് ഇട്ട് വന്നത്. ഡിസൈനാണോ? അതാണ് പറഞ്ഞേ. ഞാൻ ചോദിച്ചു പുറത്തുനിന്ന് വേർത്താണെന്ന്. നീ നേരത്തെ കഴിക്കില്ല മോനെ. നീ പറഞ്ഞില്ലേ 10 മിനിറ്റ് എന്നാല് സെറ്റാക്കാന്ന്. നമ്മുടെ സ്റ്റാൻഡേർഡ് ഏത് ജർമ്മനി പെണ്ണ് എന്താ കുഴപ്പമൊന്നല്ലേ? കൊള്ളാട്ടാ. ഇതൊന്നും എനിക്ക് അയച്ചോ. ഈ ഫോട്ടോ ഇതെങ്ങനെ അയക്കാൻ പറ്റുമോ? നീയല്ലേ ചെറുക്കനെ കളിയാക്കാറ്. ഇതൊക്കെ ഹുവായുടെ ഒരു സൂപ്പർ ഫോൺ ഇറക്കിയിട്ടുണ്ട്. ഹുവായുടെ സ്റ്റോറി വന്നിട്ട് അത് ഈ ഫോട്ടോ എടുത്തിട്ട് ബ്ലൂടൂത്ത് വഴി ഫോണിക്ക് ഷെയർ ചെയ്യാം. ഇതൊക്കെ ഇൻസ്റ്റാഗ്രാം കത്തും. എന്താണെന്ന് ഇവിടെ ഡേറ്റ് വന്നേക്കണായിരുന്നോ? സ്ക്രാച്ച് അവിടെ. സ്ക്രാച്ചാ ഇവിടെ. വ്ളോഗ് സെറ്റ് ആവണമെങ്കിൽ, വ്ളോഗ് പരിപാടി കൺഫേം ആണെങ്കിൽ ഈ സാധനം പറഞ്ഞാൽ പൊക്കും. എവിടെ വന്നിട്ട്? ദുബായ് മാളിൽ വന്നിട്ട്. പിന്നെ ഒരു പൂശു ആയി. എങ്ങനെ ഇതിൻ്റെ സെറ്റപ്പ് ഒന്നും അറിയില്ല കേട്ടോ. നല്ലതാണെന്നറിയാം. വ്ളോഗ് എടുക്കാൻ സുഖമാണ്, സിമ്പിളായിട്ട് ഹാൻഡിൽ ചെയ്യാം. നമ്മൾ വ്ളോഗ് എടുക്കാൻ നമ്മളിങ്ങനെ ഇതെടുത്ത് പോകുമ്പോൾ വ്ളോഗ് എടുക്കുന്ന ആൾക്കാർക്ക് തോന്നിയില്ല. ഇവിടെ ഉള്ള എല്ലാവരും കണ്ട് മടുത്ത സാധനമല്ലേ? എല്ലാവരും കണ്ട്. ഇന്നത്തെ വ്ളോഗ് എന്തായാലും കുറച്ചേ ഉള്ളെങ്കിലും സൂപ്പറായിരിക്കുള്ളൂ. സൂപ്പർ നല്ല ദിവസം. ഇനി നാളെ റിപ്പീറ്റ്. നാളെ മുതൽ എല്ലാ ദിവസവും അങ്ങനെ തന്നെ. തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ശനി റിപ്പീറ്റ്. ഞായറാഴ്ച ഫ്രീ. പിന്നെ അങ്ങനെ തന്നെ ഹോളിഡേ. ആ ജീവിതം തന്നെ മാറ്റണം. സെയിം റൂട്ടീൻ. ഒരു ബിസിനസ് തുടങ്ങിയിട്ട് ഇതായല്ല ഒറ്റടിക്കായില്ലെങ്കിലും ഫുള്ള് ബിസിനസ്, ട്രിപ്പുകൾ, കാര്യങ്ങൾ. നമുക്ക് ഈ ഡെയിലി റൂട്ടീനുള്ള ലൈഫ് ആവുമ്പോഴാണ് മടുപ്പ്. നമുക്കറിയാം നാളെ എന്തൊക്കെയാണെന്ന്. മോട്ടിവേഷൻ തരാം. കുടുംബക്കാരോ ഒന്നും ഉണ്ടാക്കി വെച്ചില്ല. നീ ആയിരിക്കണം നിന്റെ കുടുംബത്തിലെ ആദ്യത്തെ കോടീശ്വരൻ. ബ്രെഡ് ലൈനിലെ ആദ്യത്തെ മില്യണയർ. മില്യണയറാ വേണ്ട.
കോടീശ്വര മതി ബില്യണയർ ആയിക്കോട്ടെ. എനിക്ക് ഇംഗ്ലീഷ് വേണ്ട, മലയാളം. ബില്യണർ ആയാലും നമ്മ ഇങ്ങനെ കിടക്കുള്ളൂ കേട്ടാ. പിന്നെ അല്ലാണ്ട് എന്നാലേ കാര്യമുള്ളൂ. പൈസ അഹങ്കാരം നമുക്ക് ഉണ്ടാവില്ല. നമ്മ അത് പറയും, പക്ഷെ എങ്ങനെയാന്ന് വെച്ചാല് കുറെ പൈസ വരുമ്പോൾ ആൾക്കാരെ മനസ്സ് അല്ലെ മൈൻഡ് അഹങ്കരിക്കാൻ അല്ല, അത് നമ്മ പറയണം, നമുക്ക് പറയും. പക്ഷെ പൈസ വരുമ്പോൾ നമ്മുടെ മൈൻഡ് എപ്പോഴും മാറും. അത് നമ്മൾ കൺട്രോൾ ചെയ്യുന്നില്ല. എങ്ങനെ കൺട്രോൾ ചെയ്യുന്നു എന്നില്ല കാര്യം. അല്ലാണ്ട് വരൂല, അല്ല വരും സാധനം. പൈസക്കാരനാണ് പൈസ ഇട്ട് പോരുവാടാ, പക്ഷെ കൺട്രോൾ ചെയ്ത് വെക്കാൻ പറ്റും നമുക്ക്. അതാണ് നമ്മളെ കഴിയും. അതൊക്കെ ഉള്ള തന്നെയാണ്. റിയാലിറ്റി കൊണ്ടുവരാനുള്ള പണിയുണ്ടല്ലോ. ഇപ്പൊ എനിക്ക് താടില്ലാത്തല്ലേ പഞ്ഞി. പണി അതന്നെ താടില്ല. ട്രിം ചെയ്തോണ്ടെന്നാ മതി. എന്തോ പറയാൻ വന്നല്ല, ഞാൻ എന്തോ പറയാൻ വന്നല്ല. രക്തബന്ധം ഉണ്ടല്ല, അല്ല എന്താണ് ഇന്നത്തെ ദിവസം കഴിയാനായി എന്ന് തോന്നണുണ്ട്. അപ്പൊ അല്ല ഇന്നത്തെ വ്ളോഗ് ഫ്രീക്കായ ഇന്നത്തെ വ്ളോഗ് എന്തായാലും സൂപ്പറാണ്. കുറച്ച് ഉള്ളെങ്കിലും സൂപ്പറായിരിക്കും. ആ പിന്നെ നിങ്ങളെ പരിചയപ്പെടുത്തിയില്ലല്ലോടാ. ഓൾറെഡി അറിയാം. ഇല്ല, അങ്ങനെയല്ല കണ്ടുപരിചയം. നിങ്ങളെ പേര് പറഞ്ഞില്ല. അങ്ങനെ അങ്ങനെ പറയണ്ട. ഹാലിം മുള്ളംബസാർ, ഫഹദ് മുള്ളംബസാർ. അയ്യോ, മുള്ളംബസാറിൽ നിന്നുള്ള ഒരു കൂട്ടം 3 യുവാക്കളാണ് ഇന്നത്തെ വ്ളോഗിൽ. ശരിക്കും എല്ലാ വ്ളോഗിലും വന്ന അടിപൊളിയായിരുന്നു. പക്ഷെ മൂന്ന് സ്ഥലത്താണ് ജീവിക്കണത്. അതുകൊണ്ടുള്ളൊരു പ്രശ്നമാണ് ഇവിടെ നടക്കുന്നത്. നാളെ ഇനി എന്താണെന്ന് അങ്ങനെയുണ്ട് നാളത്തെ കാര്യം. നാളെ രാവിലെ എനിക്ക് പണിക്ക് പോവാം, വർക്ക് ചെയ്യാം, 6 മണിയാകുമ്പോൾ തിരിച്ചെത്താം. ഇതന്നെ പരിപാടി. എന്ന് നിർത്താൻ പറ്റൂടാ? അത് കുറച്ചാളുകൾ നിർത്താൻ പറ്റും എന്നാണ് ആലോചിക്കുമ്പോണ്ടല്ലോ കാശിന്റെ അടുത്ത്. എടാ അത് സാധിക്കാണ്ടിരിക്കുക നമ്മ ഇതില് പെട്ടൂലേ എന്ന് പറഞ്ഞാൽ ഇത് ഇഷ്ടപ്പെടുന്ന ചില ആൾക്കാരുണ്ട്. എന്ന് പറഞ്ഞാല് ഇത് ഇഷ്ടപ്പെടുന്ന ജോലി തപ്പി വന്നവരില്ലേ, അവർക്കൊരു ജോലി കിട്ടിയാൽ മതി എന്നല്ലേ. നമ്മ ഇതിലാണ് വന്നത്. അവിടെ ഒരു കിട്ടില്ല ലംബോർഗിനി നടക്കുന്നുണ്ട്. ഓറഞ്ച് ABCD തന്നെ. ഇത് ലംബോർഗിനി എന്താണ്ട് മനസ്സിലായി എനിക്കോ ലംബോർഗിനി. അതാണത്. ആഫ്രിക്കക്കാർ പേരില്ലേ ഇതൊക്കെ ആലിമിന് പണിയാൻ പറ്റൂട്ടാ. കാരണം ആലിമ് എഞ്ചിനീയർ ഇതിന്റെ ഒക്കെ കോൺട്രാക്ട് എടുക്കണ ആലിമായിരിക്കുമല്ലോ. അടുത്തല്ല നോക്കോ. അപ്പൊ ഞാൻ ജോലിക്കൂലേട്ടാ. പിന്നെ ഒരാളെ അയ്യോ അത് അവിടെ പോയാൽ കാണുള്ളൂ. ഒരാളെ കാണിച്ചുതരാം. അങ്ങനെ നേരെ നാച്ചുറലി പറഞ്ഞു. ഒരാളെ കാണിച്ചുതരാം. എവിടെയെങ്കിലും കണ്ടുവരിച്ചിട്ടുണ്ടോ നോക്ക്. നമ്മളൊരു സ്വന്തക്കാരനും ബന്ധക്കാരനൊന്നല്ല. വണ്ടി ഉള്ളവർ കിടക്കാന്നുണ്ടല്ലേ. പിന്നെ എന്താണ് വണ്ടി സ്വന്തക്കാരനെ സ്ഥലം നോക്കിയാ മനസ്സിലായി. അവിടെ അങ്ങോട്ടാ സിഗ്നലെത്തിച്ചേ ഫോൺ ഒരുത്തൻ ചോപ്പകത്തിട്ട് ഓടി. അങ്ങനെ തിന്തറ ചെയ്യാ. സിവിക് സെൻസ് എന്ന് പറഞ്ഞ സാധനല്ലേ അല്ലേ? സിവിക് സെൻസ് അതുണ്ട്. പ്രത്യേകിച്ച് ഇവിടെ കൂടുതൽ കാണിക്കണം. നമ്മളവിടെ കണങ്ങി കോട്ടെ മുള്ളംബസാർ നല്ലത്. ഇത് ദുബായ് ഞാനൊക്കെ ഉള്ളിടത്തുണ്ടെങ്കിലേ അത്ര വലിയ പ്രശ്നമില്ല. ഇതിന്
ഈ UAE-യുടെ മെയിൻ എന്താണത്? നമ്മുടെ ഡെലിവറി വണ്ടി എന്ത് പരിപാടി കാണിക്കുന്നത്? നടന്നു പോയാണ്. ഏത് പെണ്ണ് ഞാണ്ടില്ല അവിടെ അല്ല പെണ്ണ് അവിടെ നിന്നല്ലേ, പെണ്ണ് ഞാൻ അവിടെ എടുക്കുന്ന അവിടെ തന്നെ നിന്നു, മറന്നു ഞാൻ. ഇതെവിടെ തന്നെയാണ് വണ്ടി ഇട്ട് ഓർമ്മ ഉണ്ടാ? എല്ലാം ഇവിടുത്തെ മെട്രോ നമുക്ക് എഴുതിയിട്ടുണ്ട്. എർത്തിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ബിൽഡിംഗ്. എർത്തിലെ ഏറ്റവും വലിയ അങ്ങനല്ല പറയേണ്ടത്, നമുക്കറിയാത്ത കാര്യമില്ലേ. എർത്തിലെ ഏറ്റവും വലിയ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബിൽഡിങ്ങിൽ ഒരു ബിൽഡിംഗ് ഇവിടുത്തെ പക്ഷേ എന്തെന്നാ ഇത് എഴുതിയേക്കണെന്ന് വെച്ചാൽ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ബിൽഡിംഗ് ഇൻ ദി എർത്താ മെട്രോ ആണ് കാണിച്ചു തരാം. പക്ഷെ അതിൻ്റെ ഉള്ളിലും ബ്യൂട്ടിഫുൾ തന്നെ മ്യൂസിയം അല്ല ബിൽഡിംഗ് എന്നാണ്. അതൊരു ബിൽഡിംഗ് കെട്ടിടമല്ലേ, കെട്ടിയതല്ലേ, കെട്ടിപ്പൊക്കിയതല്ലേ, കിട്ടൂല. അതിൻ്റെ ഉള്ളിൽ കയറുമ്പോണ്ടല്ല ഫസ്റ്റ് തന്നെ ഒരു ലിഫ്റ്റിൽ കയറ്റും, റോക്കറ്റിൽ പോണ പോലെ സ്പേസിൽ കൊണ്ടുപോകും. എന്നിട്ട് ഓരോ സ്പേസിൽ പോണ പോലെയാണ് അവർ ചിത്രീകരിച്ച് വെച്ചേക്കണ. ആ ലിഫ്റ്റിന്റെ ചുറ്റും ഇങ്ങനെ സ്ക്രീനാണ് VR പോലത്തെ. അപ്പൊ ഇങ്ങനെ ഭൂമിയിൽ നിന്ന് മോളിൽ പോകണോട്ട് ഫീൽ ചെയ്യും. എന്നിട്ട് അവിടത്തെ കാര്യങ്ങളാണ് കാണാം. ഫ്യൂച്ചറിക്ക് പക്ഷെ മോളില് ഫ്യൂച്ചർ വരുമ്പോ ഫ്യൂച്ചറിൽ കയറിയൊക്കെ വേണമെങ്കിൽ മറ്റടുത്ത് പോകണോട്ടാ. എന്റെ ബർത്ത്ഡേ നവംബറിൽ, ആലിമിന്റെ ബർത്ത്ഡേ ഒക്കെ നീ ഇവിടെ ഉണ്ട്. ആലിമ സെപ്റ്റംബറിൽ ചിലപ്പോ ഉണ്ടാവുള്ളൂ, നാട്ടിലല്ലേ നീ 9-ാം തീയതി സെപ്റ്റംബറിലാണ്. ഒക്ടോബർ നവംബർ, നീ നവംബറിലല്ലേ പോണേ. അങ്ങനെയാണെങ്കിൽ നിന്റെ ബർത്ത്ഡേക്ക് പോവാ ഈ അറ്റ്ലാന്റിസില്. വെള്ളത്തിന്റെ വാട്ടർ ബർത്ത്ഡേ ആൾക്ക് ഫ്രീ ആണ്. അപ്പൊ പകുതി ഇട്ടാ മതിയില്ലേ. 100 അല്ല 400 കണ്ടണേന്. പക്ഷെ അത് എക്സ്പീരിയൻസ് ചെയ്യണ്ട കിട്ടില്ല. ഇവനങ്ങനെ കുറെ മിസ് ചെയ്തിട്ടുണ്ട്. അബുദാബിയിൽ അങ്ങനത്തെ കുറെ സീൻ സാധനം ഉണ്ട്. എല്ലാം നല്ല ടിക്കറ്റ് കാശ് കൊടുത്ത് കാരണം സാധനമാണ്. അബുദാബിയിലാണ് പ്രശ്നം. ഇവിടെ ഒരു മ്യൂസിയം ഉണ്ട്, ഓൾഡ് മ്യൂസിയം. പണ്ടത്തെ മുതൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാറുകളുടെ കളക്ഷൻ. ഫ്രീ ആണത്. അവിടെ പോകുന്നുണ്ട് ഫ്രീ ആണ് കാറ്. ക്ലാസിക് ഇല്ലേ, പണ്ടത്തെ വിന്റേജ് മുതൽ ലേറ്റസ്റ്റ് മോഡൽ ഏതെങ്കിലും കിസൈസില്ലടാ നമ്മുടെ ടെർമിനൽ 3 ആ ഒരു ഏരിയ എമിറേറ്റ്സിന്റെ ഓഫീസൊക്കെ ഇല്ലേ, ആ ഭാഗത്താണ് അതിന്റെ ബിൽഡിംഗ് വന്നിട്ടുള്ളത്. ഏതെങ്കിലും ഒരു ഞായറാഴ്ച ഒരു ദിവസമോ രാവിലെ ഇറങ്ങണി അവിടെ പോവാ കണ്ടുപിടിച്ചിട്ട്. ഫ്രീ ആണെന്ന് പറയണം. ഫുഡ് അടി പരിപാടി കാണുന്നേ. മന്തി ഫുഡ് അടി സ്പോട്ടിലെത്തി നമ്മള്. മട്ടൻ സൂപ്പ് അടിച്ചുകൊണ്ടിരിക്കണ് ഫാദും ഹാലിമുള്ള മസാറും. നമ്മുടെ അവിടുത്തെ വലിയ ഏക്കന്മാരുടെ ടീമിന്റെ പേരെന്തായിരുന്നു? എല്ലാ ഇങ്ങനത്തെ ഒരു ഇൻസ് എന്നുള്ളൊരു പേരുണ്ടായില്ല. വങ്കൻസ്. അതേത് ഈ അജിക്ക ആ ടീമില്ലേ, അവർക്ക് പേരുണ്ടായിരുന്നു. ടീമുണ്ട്. ഫ്ലെക്സ് ഒക്കെ അടിക്കുന്ന അതിന്റെ അടിയിലടിച്ചെങ്കിൽ മട്ടൻ മന്തി, മട്ടൻ സൂപ്പ്, വങ്കൻസ്. എന്തായാലും ഫുഡ് അടിക്കണമെന്ന് കാണിക്കുന്നുണ്ടല്ല. ഇനി തിരിച്ച് പോണ പരിപാടികൾ വ്ളോഗിന്റെ അവസാന ഘട്ടങ്ങളിലേക്ക് കിടക്കാം. ഫുഡ് അടിക്കട്ടെ. ഇന്നത്തെ പരിപാടി കഴിഞ്ഞ് അടുത്ത വ്ളോഗായിട്ട് മത്തായി വരും. എവിടെ നീ പോയോ? പോവാണ്. ഞാനുണ്ടാവും. ഞാനും പോണം. എല്ലാരും പോകണം. എന്നാ പോ.